ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ ജെ കോളേജ് ഓഫ് ആർക്കിടെക്ചറിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് പല കുട്ടികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഹാരാഷ്ട്രയിലുള്ള കോളേജാണ് ജെ കോളേജ് ഓഫ് ആർക്കിടെക്ചർ. ബി ദോഷി പഠിച്ചു എന്നതുകൊണ്ടാണ് പല കുട്ടികളും ഈ ഒരു കോളേജിൻ്റെ ചോദിക്കുന്നത്. സർ, ജെ കോളേജ് ഓഫ് ആർക്കിടെക്ചറിലാണ് ബി ദോഷി പഠിച്ചത്. അപ്പോൾ ആ കോളേജിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി പകുതി സ്റ്റുഡൻസിനും മഹാരാഷ്ട്ര സ്റ്റുഡൻസിനാണ് സീറ്റ്സ് കിട്ടുക. ബാക്കി പകുതി സീറ്റുകൾക്കാണ് ഔട്ട്സൈഡ് സ്റ്റുഡൻസിന് എലിജിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്ക് നാറ്റ് എഴുതുന്ന ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയക്ക് സിമിലർ ആയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ +2 വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്സ്. അതുപോലെ തന്നെ ഡിപ്ലോമ കോഴ്സ് വിത്ത് മാത്സ് സബ്ജക്റ്റ്. അതുപോലെ തന്നെ എല്ലാ കാൻഡിഡേറ്റ്സും നാറ്റ ക്വാളിഫൈഡ് ആയിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ അവർ വെച്ചിട്ടുണ്ട്. പ്രീവിയസ്ലി JEE സ്കോർ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലും ജെ കോളേജിലേക്കുള്ള അഡ്മിഷൻസ് നടന്നിരുന്നു. ഇക്കൊല്ലത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഇത്തവണത്തെ നോട്ടിഫിക്കേഷൻസ് വരുന്നതോടുകൂടി ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്തെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നോക്കുക. 67 സീറ്റ്സാണ് പ്രീവിയസ്ലി അവിടെ ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്നത്. അപ്പോൾ മിനിമം എലിജിബിലിറ്റി നേരത്തെ പറഞ്ഞ പോലെ തന്നെ 50% +1 +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആൻഡ് ഇംഗ്ലീഷ് ആസ് മെയിൻ സബ്ജക്ട്സ് എന്നാണ് പറയുന്നത്. അതുകൂടാതെ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് ഡിപ്ലോമ കഴിഞ്ഞിട്ട് കുട്ടികളാണെങ്കിൽ മാത്സ് സബ്ജക്റ്റ് ആയിട്ടുള്ളവർക്കും ഇതിൽ പങ്കെടുക്കാം. വാലിഡ് സ്കോർ ഒബ്റ്റെയിൻഡ് ഇൻ നാറ്റ ബാർ JEE മെയിൻ എന്നാണ് ജനറലായിട്ട് അവർ കൊടുക്കുന്നത്. പക്ഷേ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ JEE വെച്ചിട്ട് അല്ലെങ്കിൽ നാറ്റ വെച്ചിട്ടായിരിക്കും അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കാറ്. ഇത്തവണത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജെ കോളേജ് ഓഫ് ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ആപ്ലിക്കേഷൻ മോഡ് ഓൺലൈൻ ഓഫ്ലൈൻ മോഡ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. അതിൽ കയറിയിട്ട് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ആകുമ്പോൾ നിങ്ങൾക്ക് കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഔട്ട്സൈഡ് മഹാരാഷ്ട്ര സ്റ്റുഡൻസിന് സ്പെഷ്യൽ പ്രൊസീജിയറാണ്, നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻസൈഡ് മഹാരാഷ്ട്ര സ്റ്റുഡൻസിൻ്റെ സെയിം പ്രൊസീജിയർ അല്ല ഔട്ട്സൈഡ് മഹാരാഷ്ട്ര സ്റ്റുഡൻസിനുള്ളത്. ഓക്കെ, താങ്ക് യു. ബി ഡിസൈൻ എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് അതിൻ്റെ ഒരു എൻട്രൻസിന് വേണ്ടി ചിലവാക്കുന്ന ചിലവിനെ പറ്റി ആലോചിച്ച് വളരെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇഗ്നൈറ്റ് തൃശ്ശൂർ 10 വർഷത്തെ പാരമ്പര്യമുള്ള ഇഗ്നൈറ്റ് തൃശ്ശൂർ വളരെ ചുരുങ്ങിയ ചെലവിൽ കുട്ടികൾക്കായി ഈ എൻട്രൻസിൻ്റെ എക്സാം പ്രിപ്പറേഷൻ തയ്യാറാക്കുന്നത്. ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികളെല്ലാം തന്നെ വളരെ ലീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള NIT കാലിക്കറ്റ്, SPA ഡൽഹി, SPA ഭോപ്പാൽ മുതലായ കോളേജുകളിലും അതുപോലെ തന്നെ കേരളത്തിലുള്ള CET ട്രിവാൻഡ്രം, GC തൃശ്ശൂർ മുതലായ ഗവൺമെൻറ് കോളേജിലും അഡ്മിഷൻ കരസ്ഥമാക്കുന്നതിൽ വിജയിക്കാറുണ്ട്. അതിനുള്ള കാരണം നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കംപ്ലീറ്റ് കോച്ചിങ് ഫോർ നാറ്റ ആൻഡ് JEE പേപ്പർ 2, ഇതുകൂടാതെ NID, NIFT, UCET മുതലായ ഡിസൈൻ ആസ്പിരൻസിന് അതിനുവേണ്ട സ്പെഷ്യൽ കോച്ചിങ്, സൃഷ്ടി മുതലായ വർക്ക്ഷോപ്പുകൾ, ഇതെല്ലാമാണ് ഇഗ്നൈറ്റ് തൃശ്ശൂരിനെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇവിടെ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വളരെ ക്രിസ്പായി തന്നെ പഠിപ്പിക്കുകയും വളരെ ഷോർട്ടായി അവർക്ക് മൈക്രോ SM ക്ലാസ്സുകളിലൂടെയും മറ്റും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ വളരെ ചെറിയ കാലയളവിൽ തന്നെ കുട്ടികളെ ഇത്തരം എക്സാമുകൾ എഴുതാൻ വേണ്ടി പ്രാപ്തരാക്കുക എന്നുള്ളത് ഇഗ്നൈറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്.